ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോ നിങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ച് കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അർജുനെ ഈ കുറിപ്പ് കയറി കൈകാര്യം ചെയ്യാനൊരു ചാൻസ് നമ്മൾ കാണുന്നുണ്ടെന്ന്. കാരണം കഴിഞ്ഞ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടിരുന്നു നമ്മൾ കുറിപ്പ് കയറിയിട്ട് അർജുനെ കഴുത്തിന് പിടിക്കുന്നത്. പക്ഷെ അർജുനെ അടിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ നമ്മൾ അപ്പോഴും വീഡിയോയിൽ പറഞ്ഞ് മിക്കവാറും കുറിപ്പ് അർജുനെ അടിക്കാനും ചാൻസ് ഉണ്ടെന്ന്. എന്താണെങ്കിലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അർജുൻ അഞ്ജലി ബന്ധത്തെപ്പറ്റി ഈ കാവ്യ എല്ലാ കാര്യങ്ങളും ഈ കുറിപ്പിനോട് പോയി പറഞ്ഞ് തെളിവ് സഹിതം കാട്ടി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറിപ്പ് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലേ? എന്താണെങ്കിലും ഇന്നത്തെ പ്രൊമോയുടെ റിവ്യൂലേക്ക് നമുക്ക് പോകാം അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രൊമോ തുടങ്ങുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന സീനുകളോട് കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറിപ്പ് അലറി വിളിച്ച് ശംഖുചക്രം തറവാട്ടിലേക്ക് ചെല്ലുന്നു. ഇറങ്ങി വാടോ വക്കീലി എന്നൊക്കെ പറഞ്ഞ് പറയാണ് കേട്ടോ. തറവാട് ആകെ മൊത്തം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പം അകത്തേക്ക് കയറുന്നു, അർജുനെ കാണുന്നു. അർജുനെ കഴുത്തിന് കയറി പിടിക്കുന്നു. ഇവൻ എൻ്റെ മോളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് കുറിപ്പ് കേട്ടോ. എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ? എന്താണെങ്കിലും ഗോവിന്ദനോടൊക്കെ പറയുന്നത് ഇവൻ എൻ്റെ മോളെ ചതിച്ചിടൂ. എന്നിട്ട് ഈ അർജുൻ അഞ്ജലി ബന്ധത്തെ പറ്റി കൃത്യമായ കാര്യങ്ങളും തെളിവുകളും എല്ലാം തന്നെ കാട്ടുമായിരിക്കും കേട്ടോ. എന്താണെങ്കിലും ആകെ മൊത്തം സീനായ ഒരു അവസ്ഥയാണ് ശംഖുചക്രം തറവാട്ടിൽ. അപ്പം അർജുൻ അഞ്ജലി ബന്ധത്തെ പറ്റി ഇപ്പോൾ രാഘവനുണ്ണി വക്കീലിന് ബോധ്യം വന്നിട്ടുണ്ടാകും. എന്താണെങ്കിലും രാഘവനുണ്ണിയും താഴേക്ക് ഇറങ്ങി വരുന്ന സീന് നമുക്ക് കാണാം. പുള്ളി പക്ഷെ വേറൊരു വലിയൊരു കാര്യം പറഞ്ഞ് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ. അതായത് ഇന്നേക്ക് 10-ാം നാള് കാവ്യയുടെ കഴുത്തിൽ അർജുൻ താലി കെട്ടിയിരിക്കും. അപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞ നിശബ്ദനായി ഇരിക്കുന്ന ഒരു അർജുനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ അർജുനൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണമല്ല പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. നിശബ്ദനായിരിക്കുന്ന മൗനം പാലിക്കുന്ന ഒരു അർജുനെയാണ് നമ്മൾ പുറമേൽ കണ്ടത്. പക്ഷെ ഒരു നിമിഷം പക്ഷെ ആ നിമിഷത്തിലുണ്ടായ ഇങ്ങനെയൊരു കുറിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇങ്ങനെയൊരു പ്രതികരണവും മറ്റ് സംഭവവികാസങ്ങളെ കൊണ്ട് ഒരു പക്ഷേ അർജുനൊന്ന് പെട്ടെന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടാകും കേട്ടോ. എന്താണെങ്കിലും കുറിപ്പിന് രാഘവനുണ്ണി വാക്ക് കൊടുക്കുകയാണ്. ഇന്നേക്ക് 10-ാം നാള് കാവ്യയുടെ കഴുത്തിൽ അർജുൻ താലി കിട്ടിയിരിക്കും. ഇത് കേട്ട് തുള്ളിച്ചാടുന്ന കാവ്യനെയും നമുക്ക് പ്രമേയിൽ കാണാം. എന്താണെങ്കിലും ഒരു സംഭവ ബഹുലമായ ഒരു എപ്പിസോഡ് തന്നെയാണ് നാളെ നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. രാവിലെ തന്നെ നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ടേക്ക് കെയർ. ശുഭരാത്രി.